സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതോടുകൂടി നമ്മളുടെ ഹരിയേട്ടൻ തന്നെ ഋഷി മരിച്ചിട്ടില്ല, എല്ലാവരും ചേർന്ന് നന്ദനെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നുള്ള സത്യം മനസ്സിലാക്കുന്ന എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. എന്തായാലും സിദ്ധാർത്ഥനോട് ഈ ഹരിയങ്കൾ പറയുന്നുണ്ട്, എനിക്ക് അരുന്ധതീനെ ഒന്ന് കാണണം, അരുന്ധതിയായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. അന്നേരം ഈ സിദ്ധാർത്ഥൻ അതിന് സമ്മതം കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മളുടെ നന്ദൻ ഇത് അറിയണ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, ഹരിയങ്കൾ എന്തിനാ അവിടെ പോയി അവരെ കാണുന്നത്, അല്ലെങ്കിൽ തന്നെ ഞാൻ അവരുടെ മകനെ കൊല ചെയ്തു, അതിൻ്റെ വിഷമമുണ്ട് അവർക്ക്, പിന്നെ വീണ്ടും അവരെ വിഷമിപ്പിക്കാനായിട്ട് പോണേ എന്തിനാന്ന് ചോദിക്കുമ്പം പ്രഭാവതിയും പറയുന്നുണ്ട്, അത് നേരാ സിദ്ധു, ഹരിയേട്ടനോട് അങ്ങോട്ട് പോകണ്ടെന്ന് പറയാമെന്ന്. അന്നേരം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അത് ഹരിയേട്ടനല്ലേ തീരുമാനിച്ചേക്കണം, ഇനി കേസിൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഹരിയേട്ടൻ തന്നെയാണ്, അല്ലാതെ നമ്മൾക്കതിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല, നീ എല്ലാ സത്യങ്ങളും ഹരിയേട്ടനോട് പറഞ്ഞില്ലേ, ബാക്കി എന്താണെന്ന് വെച്ചാൽ ഹരിയേട്ടൻ തീരുമാനിക്കും, നമ്മൾ അതിനനുസരിച്ച് നിൽക്കുള്ളൂ എന്ന് പറയുമ്പോൾ ഈ നന്ദനാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടപ്പെടാതെ നന്ദൻ സിദ്ധാർത്ഥൻ്റെ കയ്യിലിരുന്ന ഫോൺ തരാൻ പറയുന്നുണ്ട്. എന്തിനാന്ന് ചോദിക്കുമ്പം ഹരിയങ്കളിനെ വിളിച്ച് അവിടെ പോവരുതെന്ന് പറയാനാ. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ, ഇല്ല ആവശ്യമുണ്ട്, ഒരിക്കലും അവിടെ പോകേണ്ട കാര്യമില്ല, ഞാൻ കൊലക്കുറ്റം ഏറ്റില്ലേ, പിന്നെ എന്തിനാ ഹരിയങ്കൾ അങ്ങോട്ട് പോണേ. അത് പറഞ്ഞ് സിദ്ധാർത്ഥൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയെടുത്തിട്ട് ഈ നന്ദനാണെങ്കിൽ ഹരിയങ്കളിന് കോൾ ചെയ്യാൻ പോണ സമയത്ത് സിദ്ധാർത്ഥനൊന്നും മിണ്ടണില്ല. പക്ഷേ ഗിരീശൻ ചെന്നിട്ട് ഫോൺ പിടിച്ച് വാങ്ങുന്നുണ്ട്. അന്നേരം നന്ദൻ ദേഷ്യപ്പെടുന്നുണ്ട്, ഗിരീഷേട്ടാ ഫോൺ താട്ട്, ഞാൻ വിളിച്ച് കാര്യങ്ങൾ പറയട്ടെ എന്ന് പറയുമ്പം, വേണ്ട നന്ദ, എന്തായാലും കാര്യങ്ങളൊക്കെ ഇതുവരെ ആയില്ലേ, ഇനി ഹരിയങ്കൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ, നീ ഇപ്പോൾ വിളിച്ച് തടയാനൊന്നും നിൽക്കണ്ട, അവിടെ പോയി എന്ന് വിചാരിച്ച് എന്താ പ്രശ്നം ഉണ്ടാവണേന്ന് ചോദിച്ച് നന്ദൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയെടുത്തതും നന്ദനാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് പ്രഭാവതിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, എന്തിനാ അമ്മേ എന്നെ എല്ലാവരും ചേർന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണം, അല്ലെങ്കിൽ തന്നെ എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് മുകളിലേക്ക് പോവുകയാണ്. ഈ നന്ദൻ പോയി കഴിഞ്ഞതും പ്രഭാവതി സിദ്ധാർത്ഥനോട് വന്നിട്ട് പറയുന്നുണ്ട്, സിദ്ധു, നമ്മളുടെ മോനെ കണ്ടില്ലേ, അവനാകെ തകർന്നു നിൽക്കുക, അവനൊരു അബദ്ധം സംഭവിച്ചതല്ലേ, അവനതെല്ലാം സമ്മതിക്കുകയും ചെയ്തു, ഇനിയും നമ്മൾ അവനെ ബുദ്ധിമുട്ടിക്കണം ശരിയാണോ, അവനെ എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷിച്ചെടുക്കണ്ടേന്ന് ചോദിക്കുമ്പം സിദ്ധാർത്ഥൻ പ്രഭാവതിയോട് പറയുന്നുണ്ട്, താനൊന്ന് മനസ്സിലാക്കണം, അവൻ നിസ്സാര കാര്യമല്ല ചെയ്തേക്കണത്, എന്തായാലും താൻ മടിയിൽ വെച്ച് ഓമനിച്ച് നടന്ന മോനല്ല അവനിപ്പോൾ ഒരു കൊലക്കേസിലെ പ്രതിയാ, അത് ഇനിയും താൻ അംഗീകരിക്കണില്ലേ എന്ന് ചോദിക്കുമ്പം, അതല്ല സിദ്ധു, അതൊക്കെ എനിക്കറിയാമെന്ന് പറയുമ്പം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, എന്നാൽ താൻ കൂടുതൽ കാര്യത്തിലൊന്നും ഇടപെടണ്ട, എന്തെങ്കിലും കാര്യം തീരുമാനിക്കണമെങ്കിൽ അത് ഹരിയേട്ടൻ തന്നെ തീരുമാനിച്ചോളും, നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ നിൽക്കും, അത്രേ ഉള്ളൂ എന്നും പറഞ്ഞ് സിദ്ധാർത്ഥനും അങ്ങോട്ട് പോകുന്നുണ്ട്. സിദ്ധാർത്ഥൻ പോയി കഴിഞ്ഞതും ഈ ഗിരീഷ് എന്നിട്ട് പ്രഭാവതിയോട് പറയുന്നുണ്ട്, മേഡം ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളുടെ കിടപ്പ്, എന്തായാലും ഹരിസാറ് കാര്യങ്ങൾ നോക്കാമെന്ന് ഏറ്റല്ലോ, അപ്പം ഇനി ഹരിസാറ് തന്നെ കാര്യങ്ങൾ നടത്തട്ടെ, നന്ദനും മേഡവും തടഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, അതുമാത്രമല്ല ഹരിസാറിന് നന്ദൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഹരിസാറ് അരുന്ധതി മേഡത്തെ കാണണമെന്ന് പറഞ്ഞതെന്ന് പറയുമ്പം പ്രഭാവതി ചോദിക്കുന്നുണ്ട്, എന്ത് സംശയം, അതിന് നന്ദൻ സത്യങ്ങളല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, അതിപ്പോൾ നമ്മളുടെ കണ്ണിലല്ലേ സത്യങ്ങളായിട്ട് തോന്നണേ, ഹരിസാറ് ഒരു ജഡ്ജിയായിട്ട് ഒരുപാട് വർഷം സേവനം അനുഷ്ഠിച്ച ആളല്ലേ, അയാളുടെ അടുത്ത് ഒരുപാട് വാദികളും പ്രതികളൊക്കെ വന്നിട്ടുണ്ടാവും, അതുകൊണ്ട് തന്നെ ഓരോരുത്തരെ ചോദ്യം ചെയ്യുമ്പം അവരുടെ മനസ്സിലുള്ളത് എന്താണെന്ന് ഹരിസാറിന് മനസ്സിലാവും, നന്ദൻ നമ്മളോട് പറയുന്നത് സത്യമാണെന്ന് നമ്മൾ വിശ്വസിച്ചാലും ഹരിസാർ ഇപ്പോൾ അങ്ങനെ വിശ്വസിക്കണമെന്നില്ലല്ലോ, അതുകൊണ്ട് സത്യാവസ്ഥ ഹരിസാറ് തന്നെ കണ്ടെത്തട്ടെ, അത് മിക്കവാറും നമുക്ക് ഗുണമായിട്ടാണ് വരുള്ളൂ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികേനെയാണ്. ദേവിക മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പം മാധവൻ വീണ്ടും ദേവികയെ കാണണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ രാധിക വന്നിട്ട്, മോളെ അച്ഛൻ നിന്നെ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുക, എന്തിനാ അമ്മേ അച്ഛൻ എന്നെ അന്വേഷിക്കണമെന്ന് ചോദിക്കുമ്പോൾ, വേറെ ഒന്നിനുമല്ല, നന്ദനെ കാണണമെന്ന് പറയാനായിരിക്കും എന്ന് പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട്, ഈ അച്ഛനെന്താ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത, നന്ദനിപ്പം ഇങ്ങോട്ട് വന്നാൽ ശരിയാവില്ല, നന്ദുവിനെ കാണണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛൻ വീണ്ടും വീണ്ടും വാശി പിടിക്കണേ എന്തിനാന്ന് ചോദിക്കുമ്പോൾ, അതാ മോളെ എനിക്കും മനസ്സിലാവാത്തത്, മാധവേട്ടൻ എപ്പോഴും നന്ദാന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ നേരം ശാരിക അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അച്ഛനോട് സംസാരിക്കാൻ ചേച്ചി, എല്ലാ കാര്യങ്ങളും അച്ഛനോട് തുറന്നു പറയാമെന്ന് പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട്, വേണ്ട ശാരി, എന്തായാലും ഹരിയങ്കൾ എന്താ തീരുമാനിച്ചേക്കണേന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറയുമ്പോൾ രാധിക ചോദിക്കുന്നുണ്ട്, എന്ത് കാര്യം സംസാരിക്കണ കാര്യമാണ് നിങ്ങൾ പറയണേന്ന് ചോദിക്കുമ്പോൾ, അതല്ല അമ്മേ, നന്ദേട്ടൻ്റെ കുറേ കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചാൽ, അതിന് നന്ദന് പറയാൻ പാകത്തിന് എന്ത് കാര്യമുള്ളതെന്ന് ചോദിക്കുമ്പം ഈ അമ്മയുടെ അടുത്ത് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞങ്ങൾ എല്ലാം ഒന്ന് സെറ്റായിട്ട് അമ്മയോടും അച്ഛനോടും പറയാമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മുരളീനെയാണ്. മുരളിയാണെങ്കിൽ
ദേവികയെ മീറ്റിങ്ങിനൊക്കെ കൊണ്ടുപോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഭാർഗവി ചോദിക്കുന്നുണ്ട്, എന്തായടാ മുരളി, ഹരിസാറ് വന്നിട്ട് അവിടെ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമായോ, ദേവികയും നന്ദനും തമ്മിൽ യോജിപ്പിലായോ, ദേവിക അവിടെ താമസമായോ എന്നൊക്കെ ചോദിക്കുമ്പം മുരളി പറയുന്നുണ്ട്, അതൊന്നും എനിക്ക് അറിയില്ല അമ്മ. അപ്പം നീ ദേവികയോട് ചോദിച്ചില്ലേ എന്ന് ചോദിക്കുമ്പം ദേവിക അതിന് പറ്റിയ മാനസികാവസ്ഥയിലായിരുന്നില്ല, അതുകൊണ്ട് ഞാനൊന്നും ചോദിച്ചില്ല. പക്ഷേ ദേവിക എന്നോടൊരു കാര്യം പറഞ്ഞു, എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്, അത് പിന്നീട് പറയാമെന്നാ പറഞ്ഞ, ഒന്നും എനിക്കങ്ങോട്ട് വ്യക്തമായില്ല എന്ന് പറയുമ്പോൾ ഭാർഗവി പറയുന്നുണ്ട്, അതാ ഞാൻ പറഞ്ഞ് നമുക്ക് എന്തായാലും അവിടം വരെ ഒന്ന് പോകാമെന്ന്. അപ്പം നിങ്ങൾ സമ്മതിക്കുമല്ല, പിന്നെ അവിടെ നടക്കണതൊക്കെ എങ്ങനെയാണ് അറിയണേ, എന്തായാലും പ്രഭകുഞ്ഞിപ്പോൾ ആകെ ടെൻഷനിലായിരിക്കുമെന്ന് പറയുമ്പോൾ ഈ ഗൗരി പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഏത് നേരവും ഈ പ്രഭകുഞ്ഞിൻ്റെ വിചാരം മാത്രമാണുള്ളൂ, ഈ നന്ദനെ ഈ അവസ്ഥയിലാക്കിയതും ആ പ്രഭയാൻറ്റി തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പം അതിന് പ്രഭകുഞ്ഞ് എന്ത് ചെയ്തിട്ടാടി, പ്രഭയാൻറ്റിയുടെയും കൂടി അറിവോടുകൂടിയല്ലേ ഇസബല്ല ചന്ദ്രോത്ത് വന്നതും നന്ദൻ ഇസബല്ലയുടെ കൂടെ പോണതും. കുറച്ച് ദിവസങ്ങളായിട്ട് കെവിനും ഇസബല്ലയായിട്ട് നന്ദന് ഭയങ്കര കൂട്ടല്ലേ, അത് പ്രഭയാൻറ്റിയും കാണുന്നതല്ലേ, എന്നിട്ട് പ്രഭയാൻറ്റി എന്താ തടയാതിരുന്നതെന്ന് ചോദിക്കുമ്പം ഭാർഗവി പറയുന്നുണ്ട്, അതിനവർ ഒരുമിച്ച് പഠിച്ചവരല്ലേ, അതിനെന്തിനാ പ്രഭകുഞ്ഞ് തടയണേ. ആ സമയത്ത് മുരളി പറയുന്നുണ്ട്, കാര്യം ഒരുമിച്ച് പഠിച്ചവരൊക്കെയാണ്, പക്ഷെ ഒരാളുടെ ജീവിതത്തിൽ ഓവറായിട്ട് കാര്യങ്ങൾ നോക്കുമ്പം അവരെ തടയേണ്ട ഉത്തരവാദിത്വം പ്രഭയാൻറ്റിക്കും ഉണ്ട്. ദേവികയുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറേണ്ട കാര്യമൊന്നും ഇസബല്ലയ്ക്ക് ഇല്ലല്ലോ. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇസബല്ലേനെയും നന്ദനെയും ദേവിക ആ ഹോം സ്റ്റേയിൽ നിന്നാണ് പിടിച്ചുകൊണ്ട് വന്നത്. എന്നിട്ടും പ്രഭയാൻറ്റി ന്യായീകരിക്കുന്നത് നന്ദനെ തന്നെയാണ്. അത് പിന്നെ അമ്മമാർ അവരുടെ മക്കളെ അല്ലേ ന്യായീകരിക്കുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ മുരളി പറയുന്നുണ്ട്, അത് തന്നെ അമ്മയുടെ പ്രശ്നം, പ്രഭയാൻറ്റി എന്ത് ചെയ്താലും അമ്മ പ്രഭയാൻറ്റിനെ ന്യായീകരിക്കുള്ളൂ എന്ന്. പിന്നീട് ഗിരീഷൻ തിരിച്ച് വീട്ടിൽ ചെല്ലുന്ന സമയത്ത് രജനി അവിടെ വിഷമത്തോടുകൂടി ഇരിക്കുകയാണ്. ഗിരീഷിനെ കണ്ടതും രജനി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തായി ഗിരി, വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്തായി, ഹരിയങ്ങൾ വന്നിട്ട് എന്താ തീരുമാനിച്ചതെന്ന് ചോദിക്കുമ്പം ഹരിയങ്ങൾ വേറെ ഒന്നും പറഞ്ഞില്ല, ഹരിയങ്ങൾ നന്ദനുമായിട്ട് സംസാരിച്ചു, പക്ഷേ നന്ദൻ്റെ സംസാരത്തിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ ഹരിയങ്ങളിൽ നിന്ന് തോന്നിയിട്ട് ഹരിയങ്ങൾ അരുന്ധതി മേടത്തെ കണ്ട് സംസാരിക്കണം എന്നാണ് പറഞ്ഞത്. അന്നേരം രജനി ചോദിക്കുന്നുണ്ട്, ഹരിയങ്ങൾ എന്തിനാ ഈ അരുന്ധതിനെ കാണാൻ പോകുന്നത്, ഹരിയങ്ങൾ നമ്മളുടെ ആളായിട്ടല്ലേ വന്നേക്കണേന്ന് ചോദിക്കുമ്പം ഗിരീഷൻ പറയുന്നുണ്ട്, ഹരിയങ്ങൾ അങ്ങനെ ആരുടെയും ആളായിട്ടൊന്നും അല്ല വന്നേക്കണേ, ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണം, അതിനുവേണ്ടി സിദ്ധാർത്ഥൻ സാറ് വിളിച്ചു വരുത്തിയതാണ്. അപ്പോൾ എല്ലാ വശങ്ങളും ചിന്തിച്ചിട്ടേ എന്തെങ്കിലും പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നന്ദൻ്റെ ഭാഗം കേട്ടു, ഇനി അരുന്ധതി മേഡത്തിന് എന്താ പറയാനുള്ളതെന്നും കൂടി കേട്ടാലേ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് രജനി ചോദിക്കുന്നുണ്ട്, അവളില്ലേ അവിടെ ആ ദേവിക എന്ന് ചോദിക്കുമ്പം എന്താ രജനി നിൻ്റെ പ്രശ്നം, നിൻ്റെ ആങ്ങളെ തെറ്റ് ചെയ്തതിന് നീ എന്തിനാ വെറുതെ ദേവികയെ കുറ്റം പറയണേ. അപ്പോൾ രജനി പറയുന്നുണ്ട്, ഈ ദേവിക ഒറ്റ ഒരുത്തി കാരണം ഇപ്പോൾ ചന്ദ്രോത്ത് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായത്, അതിൻ്റെ ഇടയ്ക്ക് അവൾ നന്ദനെ ഉപേക്ഷിച്ച് പോകാനും നിൽക്കുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ നീയാണെങ്കിൽ ഒരു കൊലപാതകം ചെയ്തവൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറാവോ, ഞാൻ ഇതുപോലെ എന്തെങ്കിലും ചെയ്താൽ നീ എൻ്റെ കൂടെ നിൽക്കോടി, അതുമാത്രമല്ല ഞാനും ദേവികയും കൂടി ചെന്നിട്ടല്ലേ ആ ഹോം സ്റ്റേയിൽ നിന്ന് നന്ദനെയും ഇസബല്ലേനെയും ഒരു റൂമിൽ നിന്ന് ഒരുമിച്ച് പിടിച്ചുകൊണ്ട് വന്നത്, അങ്ങനെ നീ ചെയ്തിരുന്നെങ്കിൽ നീ ഇപ്പോൾ ഈ വീട്ടിലുണ്ടാവുമായിരുന്നു എന്ന് ചോദിക്കുമ്പം രജനി എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഗിരീഷൻ പറയുന്നുണ്ട്, അത് നന്നായി, അവനവൻ്റെ കാര്യത്തിൽ വേറെ നിയമവും മറ്റുള്ളവരുടെ കാര്യത്തിൽ വേറെ നിയമവും ആയിട്ടാണല്ലോ നീ നടക്കണേന്ന് ചോദിക്കുമ്പം രജനി പിന്നെ ഒന്നും പറയണില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഋഷീനെയും സി പിനെയും അരുന്ധതിനെയാണ്. ഋഷിയോടും അരുന്ധതിയോടുമായിട്ട് സി പി ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് മേഡം സത്യത്തിൽ ഇവിടെ നടക്കണേ, എന്തിനാ നന്ദനെ ഋഷിയുടെ കൊലപാതകയാക്കിയേക്കണേന്ന് ചോദിക്കുമ്പം അരുന്ധതി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതാ സി പി അതൊന്നും വേണ്ടാന്ന്, പക്ഷെ ഇവൻ സമ്മതിക്കണ്ടേ, ഇവന് കൂട്ടായിട്ടിപ്പോൾ ആ കെവിനും ഇസബല്ലയുണ്ട്, അതും നന്ദൻ്റെ കൂട്ടുകാരാണ്. അന്നേരം സി പി പറയുന്നുണ്ട്, നന്ദൻ്റെ കൂട്ടുകാരായിട്ട് നിൽക്കണവരാണോ ഋഷിയുടെ കൂടെ കൂടി നന്ദനെ ചതിച്ചുകൊണ്ടിരിക്കണേന്ന് ചോദിക്കുമ്പോൾ കൂട്ടുകാർ തന്നെയാണ്, പക്ഷേ ഇവർക്ക് നന്ദനോട് ഒരു ആത്മാർത്ഥതയും ഇല്ല, പക്ഷെ നന്ദൻ ഇവരെ വിശ്വസിച്ചായിരിക്കണം, അതുകൊണ്ടാണ് നന്ദൻ ഇങ്ങനെ ചതിക്കപ്പെടുന്നത്. അന്നേരം ഋഷി പറയുന്നുണ്ട്, എന്തായാലും നന്ദനെയും ചന്ദ്രോത്തുകാരെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ആ സമയത്ത് സി പി ചോദിക്കുന്നുണ്ട്, ഇപ്പം ഋഷി മരിച്ചു എന്ന് പറഞ്ഞ് നിന്നതുകൊണ്ട് എന്താ ഋഷി ഉദ്ദേശിക്കണേന്ന് ചോദിക്കുമ്പം എന്തായാലും ഇപ്പം എല്ലാവരും വിചാരിച്ചേക്കണത് നന്ദൻ എന്നെ കൊന്നു, ആ കാരണം പറഞ്ഞ് ദേവിക എന്തായാലും നന്ദനെ ഉപേക്ഷിച്ച് പോകും, അപ്പോൾ പിന്നെ ചന്ദ്രോത്തൊരു സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവില്ല, അത് തന്നെ എനിക്ക് വേണ്ടത്. അങ്ങനെ നന്ദനാണെങ്കിൽ സമനില തെറ്റി ഇങ്ങനെ അലഞ്ഞു നടക്കണം, എന്നെ കൊന്നു എന്നുള്ള കുറ്റബോധവും ദേവിക ഉപേക്ഷിച്ച് പോയ വിഷമവും കൂടി ആകുമ്പോൾ അവൻ എത്രയും പെട്ടെന്നൊരു ഭ്രാന്തനായി തീരുന്നു. ആ സമയത്ത് സി പി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഋഷിയെ നന്ദൻ കൊന്നു എന്നുള്ള സത്യം ചന്ദ്രോത്തുള്ളവരെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് ഒരിക്കലും രഹസ്യമാക്കി വയ്ക്കുമെന്ന് എനിക്ക് തോന്നണില്ല. മേഡത്തിന് അറിയാവുന്നതല്ലേ ദേവികയെ, ദേവിക എത്ര നല്ല സ്വഭാവമുള്ള കുട്ടിയാണ്, അവളാണെങ്കിൽ ഇപ്പോൾ MLA കൂടി, അതുകൊണ്ട് തന്നെ അവൾ ഈ സത്യം പോലീസിൽ അറിയിക്കും. പോലീസുകാർ വെറും പൊട്ടന്മാരൊന്നുമല്ല, അവരൊരു കൊലപാതകം നടന്നു എന്ന് പറഞ്ഞാൽ അതിന് തെളിവും സാക്ഷികളും അതുപോലെ ഋഷിയുടെ ബോഡിയും കിട്ടണ്ടേ, വെറുതെ നന്ദനെ ശിക്ഷിക്കൊന്നുമില്ല.
അതുകൊണ്ട് മേഡം ഈ കളി ഇവിടെ നിർത്തണേ നല്ലത്, ഇല്ലെങ്കിൽ അത് ഋഷിക്ക് തന്നെ പ്രശ്നമായി വരും കേട്ടോ എന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട്, അത് ഞാൻ ഇവനോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാ, അവസാനം ഇവൻ തന്നെ അതിൽ കുടുങ്ങൂന്ന്. പക്ഷെ ഇവൻ കേൾക്കണ്ടേ, ഋഷി വാശി പിടിച്ച് നിൽക്കുക, ഞാൻ അവരോട് സത്യങ്ങൾ പറയാമെന്ന് പറഞ്ഞപ്പം ഇവൻ മരിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക CP. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? അന്നേരം CP ചോദിക്കുന്നുണ്ട്, കെവിനും ഇസബല്ലയൊക്കെ എന്താ പറയണേന്ന് ചോദിക്കുമ്പം അവർക്ക് പ്രശ്നമൊന്നുമില്ല, അവരിതിൽ പ്രതികളൊന്നും അല്ലല്ലോ, എന്തായാലും നന്ദൻ ഋഷിയെ കൊന്നിട്ടില്ല എന്നുള്ളത് അവർക്കറിയാം, അപ്പോൾ കേസ് വന്നാലും അവരെ അത് ബാധിക്കില്ല. പക്ഷേ ഇത് ശരിക്കും ബാധിക്കാൻ പോണത് ഋഷിയെ തന്നെയാണ്. ഈ സമയത്താണ് നമ്മളുടെ ഹരിസാറ് അങ്ങോട്ട് വരുന്നത്. കോളിംഗ് ബെല്ലടിച്ചതും നമ്മളുടെ അരുന്ധതിയാണ് ചെന്ന് ഡോറ് തുറക്കുന്നത്. അരുന്ധതി ഡോറ് തുറന്നതും ഹരിസാറ് ചോദിക്കുന്നുണ്ട്, ഋഷി ഇവിടെ ഇല്ലേന്ന്. ആ സമയം അരുന്ധതിക്കാണെങ്കിൽ ഋഷി ഉണ്ടെന്ന് പറയണോ ഇല്ലയെന്ന് പറയണോ എന്നുള്ള ഒരു കൺഫ്യൂഷനാണ്. ആ സമയം ഈ ഹരിസാറിന് സംശയം തോന്നിയിട്ട് ഹരിസാറ് പറയുന്നുണ്ട്, എന്തായാലും ആ ഋഷി ഒന്നും കൂടി വിളിച്ചേ, എനിക്ക് അവനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന്. ആ സമയത്ത് നമ്മളുടെ ഋഷി ഇത് ആരാന്നറിയാൻ വേണ്ടിയിട്ട് ആരാമേ അതൊന്നും ചോദിച്ചുകൊണ്ട് വരുന്ന സമയത്ത് നമ്മളുടെ ഹരിസാറിൻ്റെ മുന്നിലോട്ടാണ് ഋഷി വരുന്നത്. അങ്ങനെ ഹരിസാറും ഋഷിയും നേർക്ക് നേരെ കാണുന്ന ആ ഒരു സീനിലാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അങ്ങനെ നമ്മളുടെ നന്ദൻ കൊലക്കേസിൽ പ്രതിയൊന്നുമല്ല, ഋഷി ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള സത്യം ഹരിസാറ് മനസ്സിലാക്കുന്ന എപ്പിസോഡ് തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.